സ്കൂളൊക്കെ തുറന്ന് കഴിഞ്ഞാൽ ഒരു പ്ലാനിങ്ങും പ്രിപ്പറേഷനും ഒന്നും ഇല്ലെങ്കിൽ നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാര്യങ്ങൾക്കൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും. ഒന്ന് സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. പിള്ളേരെ സ്കൂളിൽ വിടണം, വീട്ടിലെ കാര്യങ്ങളെല്ലാം, പിന്നെ നമുക്ക് ജോലിക്ക് പോകണം, എല്ലാം കൂടി ആ ഒരു ഭയങ്കര ഹറിബറി ആയിരിക്കും. അപ്പോൾ അതെനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട്, എന്നെക്കൊണ്ട് അത് സാധിക്കുന്നില്ലാത്തതുകൊണ്ടും ഞാൻ മീൽ പ്രിപ്പറേഷൻസ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങി. കാരണം പതിയെ ഒന്ന് റുട്ടീനിലേക്ക് കടന്നു വന്നാലേ ശരിയാവുള്ളൂ. ലേസി ഡേയ്സ് മാറ്റണം എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തൊണ്ട് കളഞ്ഞ് വെക്കുന്ന വെളുത്തുള്ളിയുടെ ബാലൻസ് എന്തുണ്ടോ അതിനെ ഞാനെടുത്തൊന്ന് അരിഞ്ഞ് ചെറിയ പാത്രത്തിലാക്കി വെക്കും. ഇതുപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് അതിനെ ഒരു പാത്രത്തിലാക്കി എടുത്ത് വെക്കും. പാത്രത്തിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിനുള്ളിൽ വെളുത്തുള്ളി കട്ട് ചെയ്തത് എടുത്തിട്ട് വെച്ച് അതിന് മുകളിൽ വീണ്ടും ഒരു ടിഷ്യൂ ഒക്കെ വെച്ചിട്ടോ ഒക്കെ ആയിട്ടായിരിക്കും അതിനെ ക്ലോസ് ചെയ്തെടുത്ത് വെക്കുക. അതുപോലെ തന്നെ അപ്പോൾ അതങ്ങനെ ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പുതിയ സെറ്റ് വീണ്ടും തൊണ്ട് കളഞ്ഞ് വെളുത്തുള്ളി എടുത്ത് വെക്കും. അത് ഞാൻ എൻ്റെ നമ്മുടെ ചോപ്പറിലാണ് കേട്ടോ ചെയ്യണേ. അടുത്തത് നമുക്ക് ഇഞ്ചിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇഞ്ചി എടുത്തു. ഇഞ്ചിയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കുനുകുനാന്ന് ഒരു ഇഞ്ചിയെ പല ഇതായിട്ട് നീളത്തിൽ ആദ്യം അരിഞ്ഞു കൊടുത്തിട്ട് പിന്നെ വട്ടത്തിലും അരിഞ്ഞു കൊടുത്ത് അതിനെ നല്ലപോലെ ചെറുതായിട്ട് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ ഇതുപോലെ ഞാൻ ചെയ്തെടുക്കും. എന്നിട്ട് ആണ് അതിനെ ചോപ്പറിലേക്ക് വെച്ചിട്ട് അരിയുന്നത് കേട്ടോ. നേരത്തെ ഞാൻ തടിയുടെ ചോപ്പറായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാനത് സ്റ്റീലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് അരിയും. അപ്പോൾ അത്യാവശ്യം നല്ല ചെറിയ പീസുകളായിട്ട് നമുക്ക് ഈ ഇഞ്ചിയും കിട്ടും. ഇതും അതുപോലെ തന്നെ അരിഞ്ഞെടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഇതങ്ങ് എടുത്ത് അരിഞ്ഞ് മാറ്റി വെക്കുന്നൊപ്പം തന്നെ വേറെ കുറച്ച് ഇഞ്ചിയും കൂടെ തൊണ്ട് കളഞ്ഞെടുത്ത് വെക്കുകയും ചെയ്യും. ചിലപ്പോൾ നമുക്ക് ഇഞ്ചി കൂടുതൽ ആവശ്യം വരാം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളല്ലാത്ത എന്തെങ്കിലും ആവശ്യങ്ങൾ വരാം. അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അടുത്ത ആഴ്ച കുറച്ചുകൂടി ഈസി ആവാനും ഒക്കെയും കൂടിയിട്ട് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വേറെ കുറച്ച് ഇഞ്ചി വേറെയും തൊണ്ട് കളഞ്ഞെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത്. അപ്പോൾ അതങ്ങനെ സെപ്പറേറ്റ് ചെയ്തും വെക്കും. ഇത് ഇങ്ങനെയും സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ നമ്മളിത് ഇഞ്ചി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അതിനും ഒരു പാത്രം എടുത്ത് അതിലേക്ക് ടിഷ്യൂ പേപ്പർ ഇതുപോലെ മടക്കി ഒന്നെടുത്ത് വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഇഞ്ചിയാക്കി നമ്മൾ പാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കുകയാണ് അടുത്തത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നു. അടുത്തത് ഞാൻ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഷോപ്പിൽ പോയി കഴിഞ്ഞ് വന്നപ്പം പച്ചക്കറി എല്ലാം വാങ്ങിക്കൊണ്ട് വന്നാണ്. പച്ചക്കറി കൊണ്ടുവന്നതെല്ലാം തക്കാളി മാത്രം എടുത്ത് ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ബാക്കി അരിയാനുള്ളതെല്ലാം ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഇവിടെ നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കൊണ്ടുവന്നത് കൂണാണ്. കൂണിനെ ഞാനൊന്ന് നന്നാക്കി എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ആ ഒരു തൊലി അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് കൂണിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കൂണ് തോരൻ വയ്ക്കാനാണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് അതിനുള്ളിൽ നിന്ന് സെൻറ്ററിലെ ആ ഒരു തൊലി അത് കളയണം എന്ന് പറഞ്ഞ് ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. ബേസിക്കലി അതിൻ്റെ റീസൺ ഒന്നും എനിക്കറിയില്ലെങ്കിൽ എന്തായാലും അത് ഞാനെടുത്ത് തൊലി കളഞ്ഞിട്ട് ഈ കൂണിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കൈകൊണ്ട് തന്നെ നുള്ളിയെടുക്കാനുള്ളതേ ഉള്ളല്ലോ. കത്തിയുടെ ആവശ്യമൊന്നുമില്ല. കൂണിനെ നമ്മൾ ഏത് രീതിയിൽ ഇതാക്കുന്നോ അതുപോലെ ചെറുതായിട്ട് കിട്ടും. അപ്പോൾ അതങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി നമ്മൾ ഓൾറെഡി കഴുകി കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെള്ളത്തിൽ ആ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ അവിടെ ഇട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതങ്ങനെ പച്ചക്കറി ബാക്കിയെല്ലാം ഇട്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറിയെല്ലാം ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോൾ ഞാൻ കഴുകി നല്ലവണ്ണം 1-2 പ്രാവശ്യം കൂടെ കഴുകിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് നമ്മുടെ അബ്സോർബ് ചെയ്യുന്ന മാറ്റ് ഇട്ടിട്ട് അതിന് മുകളിൽ പച്ചക്കറിയെല്ലാം വിടുത്തി വെച്ചിരിക്കുകയാണ്. ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അരിഞ്ഞെടുക്കാനും ഉള്ളത് അച്ചിങ്ങയാണ്. അപ്പോൾ അച്ചിങ്ങ ഞാനൊരു മുറത്തിലിട്ടിട്ട് അത് ഞാൻ നന്നാക്കി എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പം ആക്ച്വലി ഇന്ന് നല്ല ക്ഷീണമുണ്ട്. ക്ഷീണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു അസ്കിത നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ അസ്കിതയും വച്ചുകൊണ്ടാണ് ഇത് ചെയ്യണത്. കാരണം ഇത് ഞാൻ തന്നെ ചെയ്യണമല്ലോ, വേറെ ആരും ചെയ്തു തരാനില്ല. അപ്പോൾ എങ്ങനെയാണേലും വലിച്ചു നീട്ടി ഇതിന്നങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോവാം. അതുദ്ദേശിച്ചിട്ടാണ് ഞാനിത് ചെയ്യണത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് വയറുവേദനയും കാലിൻ്റെ ബുദ്ധിമുട്ടുകളും അതും ഇതൊക്കെ എന്നെ അലട്ടുന്നുണ്ട്. 6 മണിയായി. ഞാൻ
ഒന്ന് റെസ്റ്റ് എടുത്തു. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കണം തോന്നി, റെസ്റ്റ് എടുത്തു. പയർ കഴിഞ്ഞില്ലായിരുന്നു, ചെയ്ത് തീരാതെ പകുതിയിൽ ഇവിടെ ഇട്ടിട്ടാണ് പോയത്. തിരിച്ച് വന്നിട്ട് ഇപ്പോൾ ഇത് ചെയ്ത് തീർത്തു. ഒരു 4:15 വരെ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് തിരിച്ചെഴുന്നേറ്റ് വന്ന് ചായ കുടിച്ചു, മോക്ക് ചായ കൊടുത്തു. വൈകിട്ട് ഒരു ചായ മാത്രം ഞാൻ കുടിക്കും, അതും മധുരമിടാതെ. ചെറിയൊരു ഡയറ്റ് പ്ലാനിലാണ്. പ്ലാനൊന്ന് കുറച്ചുകൂടി ഒന്ന് സക്സസ് ആവട്ടെ. സക്സസ് ആണ് ആക്ച്വലി. ഞാൻ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എന്നെ ക്ലോസ് ആയിട്ട് അറിയുന്നവർക്കറിയാം കുറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അല്ലാത്തവർക്കത് കുറച്ചുകൂടി വിസിബിൾ ഉണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും കാണുന്നവർക്ക് അത്രയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചേഞ്ചസ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡയറ്റ് പ്ലാനിനെ പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഡയറ്റ് നടക്കുന്നുണ്ട്. ഈ ഡയറ്റ് നടക്കുന്നതിനിടയിൽ അത് ഉള്ളത് കൊണ്ട് തന്നെ എന്താ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി. അപ്പം പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഞാൻ ഇപ്പോൾ ഇത്രയും ഈ പയറൊക്കെ ഇത്രയാക്കി. ഈ കഴുകി വെച്ചിരുന്ന വെജിറ്റബിൾസ് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇല്ല, ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ എല്ലാം നന്നായിട്ട് ഉണങ്ങി പിടിക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് അരിഞ്ഞെടുത്ത് വെച്ചാൽ മാത്രം മതി എനിക്ക്. വെണ്ടയ്ക്കൊക്കെ അതേ നല്ലോണം ഞാനിവിടെ ഇരുന്നപ്പം ഫാനും കൂടെ ഇട്ടിരുന്നതുകൊണ്ട് ഇതിനൊന്നും തുടയ്ക്കാനൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഇതുവരെ വെണ്ടയ്ക്ക ഇങ്ങനെ വച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് വെണ്ടയ്ക്ക ഒന്ന് ഇങ്ങനെ മുറിച്ച് വെച്ച് നോക്കാം എന്ന് വിചാരിക്കുകയാണ്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കണം. കാരണം എനിക്ക് ഒരുപാട് പ്രാവശ്യം വെണ്ടയ്ക്ക വേസ്റ്റായി പോയിട്ടുണ്ട്. ഞാൻ ആകെപ്പാടെ ഇവിടെ വെണ്ടയ്ക്ക ചിലവാകുന്നത് സാമ്പാറിന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വെണ്ടയ്ക്ക വാങ്ങാറില്ല. ഒരു 1/4 കിലോ വെണ്ടയ്ക്കയാണ് ഞാൻ വാങ്ങുന്നത്. അതൊരു 2 അല്ലെങ്കിൽ 3 സാമ്പാറിനുള്ള വെണ്ടയ്ക്കയാണ് കണക്കാക്കുന്നത്. 3 മാക്സിമാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള വെണ്ടയ്ക്ക വാങ്ങിയാലും ഒരു സാമ്പാർ കഴിഞ്ഞ് രണ്ടാമത്തെ സാമ്പാറിന് ചെല്ലുമ്പോൾ വെണ്ടയ്ക്ക മുഴുവൻ പൂത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ അതെനിക്ക് വേസ്റ്റായി വെറുതെ എടുത്ത് കളയേണ്ടി വരും. രണ്ടാമത്തെ സാമ്പാറിന് വെണ്ടയ്ക്ക ഇല്ലാണ്ട് ഉണ്ടാക്കേണ്ടിയും വരും. വെണ്ടയ്ക്ക ഇരിപ്പുണ്ടല്ലോ എന്ന് ഓർത്ത് പിന്നെ വാങ്ങില്ല, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ പലരുടെയും വീഡിയോയിൽ കണ്ടു, വെണ്ടയ്ക്ക് ഇങ്ങനെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്, നിൽക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ച്. ഞാനപ്പം അതും ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വയ്ക്കട്ടെ. അപ്പം ബാക്കി എന്നിട്ട് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അരിയലെല്ലാം കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, തൊലി കളഞ്ഞെടുത്ത് വയ്ക്കുന്ന ഇഞ്ചിയുണ്ട്, ചെറിയുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഇത് ഫ്രിഡ്ജിൽ സ്ഥിരമായി വയ്ക്കുന്ന പാത്രങ്ങളാണ് കേട്ടോ. ശകലം കുക്കുമ്പർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒണിയൻ, സവോള എല്ലാവരും പറയും ഇങ്ങനെ അരിഞ്ഞ് വെക്കാൻ പാടില്ലെന്ന്. പക്ഷേ എനിക്ക് ഇതിനകത്ത് സ്മെല്ലൊന്നും വരാറില്ല ഫ്രിഡ്ജിൽ. ഞാനിത് നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിനകത്ത് ഇങ്ങനെ അരിഞ്ഞ് ഒരു 5-6 സവോള അരിഞ്ഞ് വെക്കും കേട്ടോ. പിന്നെ മാങ്ങ, ഇത് വെണ്ടയ്ക്ക, അടുത്തത് കടച്ചക്കയാണ് തീയലിന് വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തത് ബ്രൊക്കോലി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് വെള്ളരിക്കയാണ്. ഒരു വെള്ളരിക്ക മാങ്ങ അങ്ങനൊരു പ്ലാൻ ഇട്ടിട്ട്. പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെ നമ്മുടെ ചോപ്പറിലിട്ട് നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് ഞാൻ യൂഷ്വലി ക്യാബേജൊക്കെ എപ്പോഴും ചോപ്പറിൽ, ഈ ചോപ്പറാണ് അഗാരോയുടെ, ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കൂണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ അടുത്ത ആഴ്ചയിലേക്ക് അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു അരപ്പാണ്, തീയലിനുള്ള അരപ്പ്. അത് അരച്ച് അതും ഫ്രിഡ്ജിലേക്ക് കയറ്റുകയാണ്. പിന്നെ തേങ്ങ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഉണ്ട് ഒരു പാത്രത്തിൽ, 2 പാത്രത്തിൽ ചിക്കനുണ്ട്, 2 പാത്രത്തിൽ ഫിഷുണ്ട്. ഇത് തേങ്ങ ചിരണ്ടിയതാണ്. അത് ഒരു പാത്രത്തിൽ ഫ്രീസറിലും വെച്ചു, പിന്നെ ഒരു പാത്രം താഴെയും വെച്ചു, താഴത്തെ മീൻസ് ഫ്രിഡ്ജിൻ്റെ താഴത്തെ പോർഷനിൽ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്തൊക്കെയാണെന്നുള്ള പച്ചക്കറിയുടെ ഒരു ലിസ്റ്റുമായിട്ടാണ് ഞാനൊരു പ്ലാൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ഞാൻ എല്ലാ ആഴ്ചയിലും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പ്ലാനാണ്. അപ്പോൾ അതിൻ്റെ പഴയ കോപ്പീസ് ഇവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. ഞാൻ എഴുതി വെക്കുന്നത് കൊണ്ട്, പേപ്പറിൽ എഴുതുന്നത് കൊണ്ട് കളയാറില്ല, അതെടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഡയറ്റും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരേണ്ടതുകൊണ്ട് ഡയറ്റിൽ എന്തൊക്കെ ഒരു ദിവസം കഴിക്കണം എന്നുള്ള ലിസ്റ്റ് ഒരു വശത്തോടെയും അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പുറത്തൊരു മെനു പ്ലാനും അങ്ങനെയാണ് എഴുതി വയ്ക്കുന്നത്. അപ്പോൾ അത് എഴുതാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. ഓക്കെ.